അപ്പോൾ ഇതാണ് സ്പെഷ്യൽ മാങ്ങയിട്ട വറ്റക്കറി, ഈസ്റ്റർ സ്പെഷ്യൽ മീൻകറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതുപോലെ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നൊരു മീൻകറിയാണ്, മാങ്ങയിട്ട മീൻകറി. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നു. ജസ്റ്റ് ഒന്ന് ഇടണം. ഇതിലേക്ക് ഒരു ഇതിൽ വേപ്പില, ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു. സവോള നന്നായിട്ട് വാടി വരണം. ഒന്ന് ഇളക്കി ഒന്ന് വിട്ട് പോയിരുന്ന ലെവലിലായിട്ട് നമ്മൾ സാധാരണ സവോളകളെല്ലാം ഇതേപോലെ കട്ടയായിട്ടായിരിക്കും അരിയുന്ന സമയത്തുണ്ടാകും. നമ്മളത് ഇളക്കുന്നതനുസരിച്ച് അതിങ്ങനെ അടരായിട്ട് വിട്ടുപോരും. നിങ്ങൾക്കത് കാണാം. അങ്ങനെ വിട്ടുപോരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, അത് പെട്ടെന്നൊന്ന് നോക്കാനായിട്ടാണ്. സവോള ഒന്ന് നന്നായിട്ട് വാടി വരണം. കുറച്ച് നിറം മാറാൻ തുടങ്ങുന്ന സ്റ്റേജ് വരെ എത്തണം. അതൊരെത്തിയതിനു ശേഷം വീണ്ടും തരാം. ഉള്ളി മൂത്തു നിറം മാറി തുടങ്ങി. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ 2 മാങ്ങ, 1-2 മാങ്ങ, മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് ഇടാം. ഇത് കുറച്ചൊരു മൂത്ത് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണ്. അതൊന്ന് ഇളക്കുക. ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് വേവാനുള്ള വെള്ളവും സാധനങ്ങളൊക്കെ ഇതിലൂടെ മാങ്ങ ഉള്ളിയുടെ ഒക്കെ തന്നെ നന്നായി ഒന്ന് വെന്തു വരും. ഇതിൽ വേറെ നമ്മൾ പുളിയോ തക്കാളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല. നാച്ചുറലി ഈ മാങ്ങയുടെ പുളിയായിരിക്കും ഈ കറിക്ക് മൊത്തം ഉണ്ടാകേണ്ട ഒരു പുളി. അപ്പം നമ്മളതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മാങ്ങയൊന്ന് വെന്ത് അലിഞ്ഞു തുടങ്ങും. അപ്പോൾ മാങ്ങയ്ക്ക് ഒന്ന് മൂത്തു, കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് തരാം. നടക്കുക. ആദ്യം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് ഫിഷ് മസാല. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് നിർബന്ധമില്ല. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം. നന്നായി നടക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം.
ഒന്ന് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വരും. ആ സമയത്ത് 1 സ്പൂണ് പെരിഞ്ചീരകം, വീണ്ടും ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം, ഈ വെള്ളം തിളച്ച് വരണം. ഇളക്കി വയ്ക്കുക. അതിനുശേഷം അടയ്ക്കും. ആ വെള്ളം ഒന്ന് തിളച്ചോട്ട് വെള്ളം നന്നായി തിളച്ചു വന്നു. ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന വറ്റയാണ്, നമ്മുടെ ട്രവേലി എന്നൊക്കെ പറയുന്ന മീൻ. അത്യാവശ്യം നെയ്യുണ്ടാവും ഈ മീനിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, ചെറിയ പ്രശ്നമുള്ളതെന്നുണ്ടെങ്കിൽ ഈ മീനിന് കുറച്ച് മണം, വേവുമ്പോഴല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനിന് പച്ചയ്ക്കാണ് മണം. വെന്ത് കഴിഞ്ഞാൽ ഈ മണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നെയ്യുള്ള മീനാണ്. അപ്പം മീൻ നന്നായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ നന്നായി താഴ്ത്തിയിടുക. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ്. അപ്പോഴേക്കും മീൻ നന്നായിട്ട് വേവും. നന്നായി തിളച്ചു മീനൊക്കെ ഒന്ന് വെന്ത് വന്നു. ആ ഒരു അവസ്ഥയിൽ മെല്ലെ ഒന്ന് ഇളക്കുക. വലിയ ശക്തി ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകരുത്. ഒന്ന് ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഈ സമയത്ത്. അതിലേക്ക് 1 പച്ചമുളക് ഞാൻ ചെരിച്ച് നോക്കിയിട്ടുള്ളത് ഇട്ടു. വീണ്ടും ഒരു 1 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കും. ആ മുളകൊന്ന് വെന്ത് അതിൻ്റെ മണമൊന്ന് ഉള്ളിലേക്ക് ഇറക്കാൻ. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം, 5 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് നേരം അതൊന്ന് തുറന്നു വെച്ച് തിളപ്പിക്കും. അപ്പം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റും, ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അത് കുറുകി വരുന്നതിനായിട്ട് ഒന്ന് തുറന്നു വെച്ചിട്ട് തീ മാക്സിമം കൂട്ടി കൊടുക്കും. അപ്പോൾ ഒന്ന് കുറുകി വരും. ആ കുറുകി വരുന്നതിനായിട്ട് വെക്കും. അപ്പോൾ അതൊന്നുകൂടി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന രീതിയിലെത്തും. ആ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ആ ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ ഉടനെ ചെറിയ കുമ്പിളുകൾ വന്ന് തുടങ്ങാവുന്ന ഒരു രീതിയിലേക്കെത്തും. ആ ഒരു രീതിയെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അത്ര നേരമേ ചൂടാക്കാം. ഇളക്കുന്ന സമയത്തും സൂക്ഷിച്ചിളക്കുക, മീൻ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ചിളക്കുക.
തേങ്ങാപ്പാലൊക്കെ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡായി തിള വന്ന് തുടങ്ങി. അടച്ചു വയ്ക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യും. ഇതൊരു മൺചട്ടിയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് ചുടകൊണ്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതാണ് അടുത്തത്. അപ്പോൾ താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, ബട്ടറിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. 4 ചെറിയ ഉള്ളിയുണ്ട്. ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് വരണം. നന്നായി ഇളക്കുക. ഉള്ളിയിലേക്ക് 3 വറ്റൽമുളക്, ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും. ഒരു ഇതൾ വേപ്പില കൂടി ഇട്ടുകൊടുക്കും. വീണ്ടും ഈ പറഞ്ഞ പോലെ ഇളക്കുക. നന്നായി മൂത്ത് വരണം. പ്രത്യേകിച്ച് ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് വരണം. ഉള്ളി ബ്രൗൺ കളറായി തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ വറുത്തത് നേരെ ഈ മീൻകറിയിലേക്ക് ഒഴിക്കുക. സാധാരണ പറയുന്ന പോലെ തന്നെ ഉടനെ ഇത് അടച്ചു വയ്ക്കുക. ഇളക്കരുതിപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ മീൻകറി ഉണ്ടായി.